നമസ്കാരം. കോട്ടാങ്ങൽ ചുങ്കപ്പാറ സ്വദേശി മൈക്കിളിന്റെ മകൾ ടിഞ്ചു കൊല്ലപ്പെട്ട കേസിൽ ശനിയാഴ്ച കോടതി വിധി പറയുമ്പോൾ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ സഹിച്ച കൊടിയ പീഡനത്തിന്റെയും മർദ്ദനത്തിന്റെയും കഥകളാണ് പുറത്തുവരുന്നത്. ടിഞ്ചുവിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിയുന്നതിന് മുൻപാണ് കാമുകനായ ടിജിൻ ജോസഫിനെ ആത്മഹത്യ പ്രേരണാകുറ്റം ചുമത്തി കള്ളക്കേസിൽ കൊടുക്കാൻ പെരുമ്പട്ടി പോലീസ് സ്റ്റേഷനിലെ എസ്ഐ ഷെരീഫ് ശ്രമിച്ചത്. ഇടികൊണ്ട് ചോര തുപ്പിയ ആ കഥകൾ 5 വർഷം മുൻപ് ടിജിൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിരുന്നു. ഇന്ന് ടിഞ്ചു കൊലക്കേസിൽ മല്ലപ്പള്ളി കോട്ടാങ്ങൽ പുളിമൂട്ടിൽ വീട്ടിൽ നെയ്മോൻ എന്ന് വിളിക്കുന്ന നസീർ കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കുമ്പോൾ ആ വളപ്പിൽ ടിജിൻ ജോസഫും ഉണ്ടായിരുന്നു. ഒരു പെണ്ണിനെ സ്നേഹിച്ചുവെന്ന കുറ്റം മാത്രമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. അതിൻ്റെ പേരിൽ അയാൾ അനുഭവിക്കാത്ത പീഡനങ്ങളില്ല, യാതനകളില്ല. അത് പറഞ്ഞ് അവർ വാർത്താ സമ്മേളനവും നടത്തി. എന്നാൽ ഇതിന് മറുപടിയായി ടിജിന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. 5 വർഷം മുൻപ് ടിജിൻ മാധ്യമങ്ങളോട് മനസ്സ് തുറന്നത് ഇങ്ങനെയായിരുന്നു. മരിക്കുന്ന നിമിഷം വരെ ടിഞ്ചുവും താനും തമ്മിൽ ഒരു ചെറിയ വഴക്ക് പോലും ഉണ്ടായിട്ടില്ല. വീട്ടുകാരുടെ നിരന്തര ശല്യം മൂലം ഉണ്ടായിരുന്ന ജോലികളെല്ലാം നഷ്ടമായതിൻ്റെ ആഘാതത്തിൽ അവൾ ജീവനൊടുക്കുകയായിരുന്നു. താനും തൻ്റെ പിതാവും വീട്ടിലില്ലാതിരുന്ന സമയത്താണ് തൂങ്ങിമരണം നടന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തൂങ്ങിമരണമാണെന്ന് വ്യക്തമാക്കിയപ്പോഴും ഉത്തരവാദിത്തം തൻ്റെ തലയിൽ കെട്ടിവെച്ച് പ്രതിയാക്കാൻ പെരുമ്പട്ടി എസ്ഐ ആയിരുന്ന ഷെരീഫ് ശ്രമിച്ചു. തന്നെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ പേരിൽ സസ്പെൻഷനിലായ ഷെരീഫിൻ്റെ പണി പോകുമെന്ന് മനസ്സിലാക്കിയ ടിഞ്ചുവിൻ്റെ മാതാപിതാക്കൾ അയാളെ രക്ഷിക്കാൻ രംഗത്ത് വന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർ എന്ന നിലയിൽ ടിഞ്ചുവിൻ്റെ വീട്ടിൽ പോയപ്പോഴുണ്ടായ പരിചയം പ്രണയമാവുകയായിരുന്നു. അതിന് ടിഞ്ചുവിൻ്റെ വീട്ടുകാർ എതിരായിരുന്നില്ല. വിദേശത്ത് ജോലി കിട്ടിപ്പോയ താൻ 3.25 ലക്ഷം രൂപ മുടക്കിയാണ് ടിഞ്ചുവിന് BSc നഴ്സിംഗ് പഠിപ്പിച്ചത്. പണം കയ്യിൽ വാങ്ങിയത് പിതാവ് മൈക്കിളാണ്. പഠനം പൂർത്തിയായപ്പോൾ തന്നേക്കാൾ സാമ്പത്തിക സ്ഥിതിയുള്ള ആളുടെ ആലോചന വന്നു. അയാൾക്കൊപ്പം ടിഞ്ചുവിനെ വിവാഹം കഴിപ്പിച്ച് അയക്കുകയും ചെയ്തു. താനും വിവാഹിതനായി ഒരു കുട്ടിയുമായി. പിന്നീട് ഭാര്യയും താനുമായി അകന്നു കഴിയുമ്പോൾ ടിഞ്ചു സമീപിക്കുകയും തെറ്റിദ്ധാരണ കാരണമാണ് അവൾ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചതെന്ന് പറയുകയുമുണ്ടായി. വിവാഹം കഴിക്കണമെന്ന അവളുടെ ആവശ്യം താൻ നിരാകരിച്ചു. താൻ കാസർഗോഡുള്ള സമയത്താണ് അവൾ തൻ്റെ വീട്ടിൽ വരുന്നത്. പിറ്റേന്ന് തന്നെ ടിഞ്ചുവിനെ കീഴ്വായൂർ പോലീസിൽ ഹാജരാക്കി. ഭർത്താവിൻ്റെ വീട്ടുകാർ കൂട്ടിക്കൊണ്ട് പോകാൻ എത്തിയെങ്കിലും ടിഞ്ചു പോയില്ല. സ്വന്തം വീട്ടുകാർ വിളിച്ചിട്ട് അവരെത്താൻ പോലും കൂട്ടാക്കില്ല. തനിക്കൊപ്പം പോരുകയാണെന്നാണ് അവൾ പോലീസിനോട് പറഞ്ഞത്. തനിക്കൊപ്പം താമസിച്ചു വരവേ മാതാപിതാക്കളുടെ ശല്യം കാരണം ടിഞ്ചുവിൻ്റെ നഴ്സിംഗ് ജോലി നഷ്ടമായി. വിവിധ ആശുപത്രികളിൽ ഇവർ ചെന്ന് ശല്യം ചെയ്യുമായിരുന്നു. പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ജോലി നഷ്ടമായപ്പോൾ ടിഞ്ചു കയ്യിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. പിന്നീട് കിട്ടിയ ജോലിയും മാതാപിതാക്കളുടെ ശല്യം കാരണം നഷ്ടമായി. ഇതിൻ്റെ മാനസിക വ്യതയിലാണ് താനോ പിതാവോ വീട്ടിലില്ലാത്ത സമയം ടിഞ്ചു ജീവനൊടുക്കിയത്. മാതാപിതാക്കളുടെ സ്വാധീനത്തെ തുടർന്നാണ് പെരുമ്പട്ടി എസ്ഐ ഷെരീഫ് തനിക്കെതിരെ പീഡനം തുടങ്ങിയത്. തനിക്ക് അനുകൂലമായ തെളിവുകളെല്ലാം അയാൾ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഷെരീഫിനെ വിശ്വാസമില്ലാത്തതിനാൽ ടിഞ്ചു എഴുതിയ ആത്മഹത്യക്കുറിപ്പ് താൻ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന അനിൽ റാവുത്തറിന് കൈമാറി. ഇതോടെ ഷെരീഫിന് വൈരാഗ്യമേറി. തന്നെ ക്രൂരമായി മർദ്ദിച്ചു. ചോര ചേർത്തിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്ന തന്നെ അവിടെ വന്നും എസ്ഐ ഭീഷണിപ്പെടുത്തി. ചികിത്സാ ചെലവ് മുഴുവൻ വഹിച്ചോളം, കേസിന് പോകരുതെന്നും ആവശ്യപ്പെട്ടു. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ താൻ കേസുമായി മുന്നോട്ട് പോയപ്പോഴാണ് എസ്ഐ സസ്പെൻഷനിലായത്. വകുപ്പ് തല അന്വേഷണത്തിൽ ജോലി നഷ്ടമായേക്കാമെന്ന് കണ്ടാണ് ടിഞ്ചുവിൻ്റെ മാതാപിതാക്കളെ കൊണ്ട് അയാൾ പത്രസമ്മേളനം നടത്തിയത്. ഇങ്ങനെയായിരുന്നു അയാളുടെ വെളിപ്പെടുത്തൽ. പിന്നെയാണ് കഥയ്ക്ക് ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയായിരുന്നു. ടിഞ്ചുവിൻ്റേത് ക്രൂരമായ ബലാത്സംഗത്തിന് ശേഷം നടന്ന കൊലപാതകമാണെന്ന് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തി. യുവതി മരിച്ചുവെന്ന് ഉറപ്പായപ്പോൾ മൃതദേഹം മുറിയിൽ പ്രതിയായ നസീർ കെട്ടിത്തൂക്കിയായിരുന്നു. തടിക്കച്ചവടക്കാരനായ ഇയാൾ തടി കെട്ടുന്നതിനിടുന്നത് പോലെ കുടുക്കിട്ട് കെട്ടിയാണ് മൃതദേഹം കെട്ടിത്തൂക്കിയത്. ഈ കെട്ടിൻ്റെ പശ്ചാത്തലം അന്വേഷിച്ചു പോയ ക്രൈംബ്രാഞ്ച് സംഘം ടിഞ്ചുവിൻ്റെ മരണം നടന്ന ദിവസം അവിടെ വന്നവരെ കേന്ദ്രീകരിച്ച് നീങ്ങി. അങ്ങനെയാണ് ഇയാളിലേക്ക് എത്തുന്നത്. മരം കൊടുക്കാനുണ്ടോ എന്ന് അന്വേഷിച്ച് വന്ന നസീർ ടിഞ്ചു വീട്ടിൽ തനിച്ചാണെന്ന് മനസ്സിലാക്കി ബലാത്കാരത്തിന് മുതിരുകയായിരുന്നു. ബലാത്സംഗം ചേർത്ത യുവതിയെ മർദ്ദിച്ച് അബോധാവസ്ഥയിലാക്കിയ ശേഷമാണ് തൻ്റെ ഇംഗിതം സാധിച്ചത്. തുടർന്ന് മുറിയിലെ ഇരുമ്പ് ഹൂക്കിൽ കെട്ടിത്തൂക്കുകയായിരുന്നു. 2 വർഷത്തിനു ശേഷം 2021 ഇയാളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുന്നത്.